ഹലോ, നമസ്കാരം. നമ്മളപ്പോൾ റോഡിലോട്ട് ഇറങ്ങാൻ പോവുകയാണ്. അടൂരൊക്കെ ഒന്ന് പോയിട്ട് നമുക്ക് ഒന്ന് വരാം. അടൂര് ഒന്ന് പോയി ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്, അതെല്ലാം ഒന്ന് ചെയ്തിട്ട്. ഭയങ്കര വെയിലാണ്, പ്രാവശ്യമൊന്നും കാണാൻ പറ്റുന്നില്ല അല്ലേ, ഭയങ്കര വെയിലാണ്. അടൂരൊക്കെ ഒന്ന് പോയി നോക്കിയിട്ട് പെട്ടെന്ന് വരാം. ഓക്കെ. റിവ്യൂ മാസ്റ്റർ എന്ന എൻ്റെ ഈ ചാനൽ 1 വർഷം മുമ്പ് തുടങ്ങിയതാണ്. അന്ന് കുറച്ച് ബുക്കുകളുടെ റിവ്യൂ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇടാറുണ്ടായിരുന്നു. അതിനുശേഷം അത് നിന്നുപോയി. ഒരു 15-16 വീഡിയോസോളം ഉണ്ട്. അതിനുശേഷം അത് നിന്നു. അതിനുശേഷം വീണ്ടും പുതിയതായിട്ട് തുടങ്ങുകയാണ്. അതിൻ്റെ കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടാവും. 1 വർഷത്തിന് ശേഷമുള്ള ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ ചെറിയ കുറ്റങ്ങളും കുറവുകളുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. അപ്പോൾ അങ്ങനെ അടൂരിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ വീണ്ടും 1 വർഷത്തിന് ശേഷം ചാനലൊന്ന് പുതുക്കി എടുക്കുകയാണ്. വീഡിയോ ക്വാളിറ്റി കുറവായിരിക്കും, കാരണം ഞാനൊരു മൊബൈലിലാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. മൊബൈലിൽ തന്നെ എഡിറ്റ് ചെയ്യുന്നു, അങ്ങനെയുള്ള ഒരു പരിപാടിയാണ്. മതി. കാറിന്റെ എന്തുവാ താക്കോലിന്റെ ബാറ്ററി ഒന്ന് മാറണം. ഇവിടെ ഒരു ബാറ്ററി കട ഉണ്ടായിരുന്നു, ഇങ്ങോട്ട് നോക്കുന്നത്. ബാറ്ററി അല്ല, അവിടെ ഉണ്ട്. മൈക്രോലാബിന്റെ പുറത്ത് ബാറ്ററി പോയി. ശരിയാക്കാൻ പറ്റിയില്ല. ഇനി അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ്. ചിലപ്പോൾ ഒരു ചായ കാപ്പി എല്ലാം കുടിക്കാം. ഇവിടെ പുതിയൊരു പിന്നെന്തോ വെജിറ്റേറിയൻ ഹോട്ടൽ തുടങ്ങിയിട്ടുണ്ട്. നോക്കാം, അവിടെ നിന്ന് കയറി നോക്കാം. വിശപ്പൊന്നുമില്ല, പിന്നെ ഒരു ചായ വേണമെന്ന് കുടിക്കാം. ചായയോ ഉഴുന്നോടെ എല്ലാം കിട്ടുമെന്ന് നോക്കാം. കിട്ടുവാണെങ്കിൽ ഒന്ന് കയറി നോക്കാം. നമ്മൾ അടൂര് പുതിയതായിട്ട് വന്നിട്ട് വെജിറ്റേറിയൻ ഹോട്ടലിൽ കുറവില്ലയോ, എങ്ങനെയുണ്ട് എന്നൊന്ന് നോക്കിയേക്കാം. ഓക്കേ. ആ ഹോട്ടലിൻ്റെ പേര് ഉടുപ്പി ഉപഹാർ എന്നാണ്. നമ്മുടെ ബൈപ്പാസിൽ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന പെപ്പിനോ ഹോട്ടൽ കഴിയുമ്പോൾ നെക്സ്റ്റ് അടുത്ത് തന്നെ വരുന്ന ഒരു വെജിറ്റേറിയൻ ഹോട്ടലാണ്. ഏകദേശം 1 മാസം ആയില്ലേ തുടങ്ങിയിട്ട്. ഈ ഹോട്ടലാണ് നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അവിടെ കയറി. പക്ഷേ അവിടെ ചായ ഇല്ല. 12 മണിയായി കഴിഞ്ഞാൽ പിന്നെ മീൽസേ ഉള്ളൂ. ഉഴുന്നുവട, ചായ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ പിന്നെ അവിടെ നിന്ന് പോകാൻ പറ്റില്ല. എപ്പോൾ ചെയ്യാൻ പറ്റും? നമുക്ക് മീൽസ് കഴിക്കാനിപ്പോൾ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. നല്ല വിശപ്പൊന്നും ഇല്ലായിരുന്നു, പക്ഷേ എന്നാലും ഒന്ന് നോക്കാം, പുതിയൊന്ന് കണ്ടിരിക്കണം എന്നുള്ള പ്രതീക്ഷയായിരുന്നു. അപ്പോൾ അത് നടന്നില്ല. അകത്ത് പോലും കയറാൻ പറ്റിയില്ല. അതിനു മുമ്പേ വെളിയിൽ വെച്ചേ പറഞ്ഞു ചായയില്ല. ഞങ്ങളുടെ വന്ന വേറൊരു കാറ്, ഒരു ഹോണ്ട സിറ്റി കാറ്, അവരും ഇറങ്ങി പോകുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. ഇനി ചായ ഇല്ലാത്തതുകൊണ്ടായിരിക്കും, അവർക്കും ചായ ആയിരിക്കും വേണ്ടത്. പക്ഷെ വെജിറ്റേറിയൻ ഹോട്ടലുകളിൽ പൊതുവേ ഈ സമയത്തൊക്കെ ചായ കിട്ടേണ്ടതാണല്ലോ. എന്തുകൊണ്ടായിരിക്കും ഇവിടെ ഇല്ലാത്തത്?
ചായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദേശീയ ഭക്ഷണമല്ലയോ. കേരളത്തിൻ്റെ പൊറോട്ട എന്നൊക്കെ പറയുന്ന പോലെ ഇന്ത്യയിൽ മൊത്തമുള്ളൊരു സംഭവമാണ് ചായ. അത് ഒരു 12 മണിക്ക് കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടത്തില്ലായിരിക്കും, ആർക്കറിയാം. വെജിറ്റേറിയൻ ഹോട്ടലായണ്ട, സാധാ ഹോട്ടലിൽ ചിലപ്പോൾ കിട്ടത്തില്ലായിരിക്കാം. ഓക്കെ, നോക്കാം. അപ്പുറം ഫയർ സ്റ്റേഷനൊക്കെ കഴിഞ്ഞ സ്ഥലത്തൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആ വലത്ത് സൈഡിൽ കാണുന്നത് പുതിയ പള്ളിയാണ്. ഇപ്പോൾ പുതിയതായിട്ട് പണി കഴിഞ്ഞ പള്ളിയാണ്. നല്ല രസമായിട്ട് പണിതിട്ടുള്ള പള്ളിയാണ്. ഇത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് വലത്തേക്ക് ഇറങ്ങി ബൈപ്പാസിലേക്ക് പോകാൻ ഒരു വഴിയൊക്കെ ഉണ്ട്. അവിടെ ഇവിടെ സ്വല്പം കൂടെ മുന്നോട്ട് ചെല്ലുമ്പോൾ വലത്തേക്കാണ്ട് ഇവിടെ വലത്തേക്ക് ഇറങ്ങി പോകാൻ ഒരു വഴിയൊക്കെ ഉണ്ട്. അവിടെയൊക്കെ തിരിയാൻ വാൻ അങ്ങോട്ട് തിരിയാണ്. ഇനി കുറച്ചുകൂടെ മുന്നോട്ട് ചെല്ലുമ്പോൾ എൻ്റെ വീട്. നമ്മുടെ വീട് ബുക്കൊക്കെ എടുത്തുകൊണ്ട് വന്ന പുള്ളി. അങ്ങനെ നമ്മുടെ വീടുകളിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. നമ്മുടെ വീടിൻ്റെ മുന്നിൽ ഒരു പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ട്. ഓക്കെ, ശരി. താക്കോലെടുത്തില്ല, എടുക്കാം. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താം. നമസ്കാരം.